ബാലരാമപുരം കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളെ കാണുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രതിക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈ കേസിൽ വേറെ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ, എന്തിനാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കുന്നത്. ഈ കുടുംബത്തിന് ഒരു ആത്മീയ ആചാര്യനുമായി ബന്ധമുണ്ടായിരുന്നു എന്നിടത്തുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. അത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൽ ഏതെങ്കിലും പങ്കുള്ളതായിട്ട് ഇതിനോടകം ബോധ്യമായിട്ടുണ്ട്. അല്ല, അത് അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാവണമെങ്കിൽ കുറച്ച് സയന്റിഫിക് എക്സാമിനേഷൻ കൂടി ആവശ്യമുണ്ട്. ഇതിന് മൊബൈൽ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്, പിന്നെ സാഹചര്യ തെളിവുകൾ കുറച്ചുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കുന്നില്ല. സഹോദരിയോടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമാണോ ദേവന്തിനെ കിണറ്റിലിടാൻ കാരണം? സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ കാരണം വ്യക്തമാക്കേണ്ടതാണ്. ഇതുവരെ അങ്ങനെ ഒഫീഷ്യലായി എന്താണ് കാരണമെന്ന് ആരും പറയുന്നില്ല. അല്ല, അത് പ്രതി പറയുന്ന കാരണം അതേപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യമായി കാരണം പ്രതി കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണങ്ങളും മറ്റേതിന്റെ മോട്ടീവ്സ്, ഇന്റൻഷൻ, ഈ കാരണങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കട്ടിൽ കത്തിയടക്കമുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ വീട്ടില്. കട്ടിൽ കത്തിയിരുന്നു, അതോടൊപ്പം തന്നെ കയറ് കുരുപ്പിട്ട നിലയിലൊക്കെ കണ്ടെത്തുന്നത്, അതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണോ, അതിൽ മറ്റെന്തെങ്കിലും? അതെല്ലാം പ്രതി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടുതൽ അന്വേഷണം നടത്തി അയാൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുണ്ടോ, അത് ശരിയാണോ എന്നുള്ളത് പരിശോധിച്ച് നോക്കി മാത്രം പറയാം. അതങ്ങനെ പറയാറായിട്ടില്ല. അത് വിശദമായിട്ട് അന്വേഷിച്ച് മാത്രമേ പറയാനുള്ളൂ. ശേഷമാണോ കത്തിച്ചത്? അല്ല, ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പ്രതി പറഞ്ഞ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ കൂടുതൽ വസ്തുക്കൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ തെളിവുകൾ കൂടുതൽ കമ്പയർ ചെയ്തിട്ടൊക്കെ വേണം. പ്രതി ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണതോതിൽ പോലീസ് വിശ്വസിക്കുന്നില്ല. അത് കറക്റ്റാണോ എന്ന് അന്വേഷിക്കും. അതെ, അത് നമ്മൾ മറ്റു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് കൺഫേം. അല്ല, അങ്ങനൊന്നും പറയാറായിട്ടില്ല. 2 ദിവസം അന്വേഷണം നടത്തട്ടെ, ബാക്കി കുറെ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടല്ലോ. ഈ ആചാര്യനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ട്? ഇതാരാണ്, എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ കുറിച്ച് എല്ലാം സൂചനയുണ്ട്. അത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമുള്ളൂ. SP ആണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറയുന്നത് അല്പസമയം മുമ്പ് നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ പരാമർശിക്കുന്ന ആചാര്യനെ സംബന്ധിച്ചടക്കമുള്ള കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇനി പോവുക ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഈ കുടുംബാംഗങ്ങളെ അടക്കം, അതായത് ഈ അമ്മാവൻ, അതോടൊപ്പം തന്നെ മുത്തശ്ശി, അതോടൊപ്പം തന്നെ ശ്രീധുവിന്റെ ഭർത്താവ്, ഇവർ അടക്കം അല്പസമയം മുമ്പ് സ്റ്റേഷനിലെത്തിയിരുന്നു. അവരെ വിശദമായി സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി ഒരു നീക്കം SP സുദർശൻ ഉൾപ്പെടെയുള്ള നെയ്യാറ്റിൻകര DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ഈ സംഭവം നടന്ന കോട്ടകൽക്കോണത്തെ വീട്ടിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണം പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാനാവില്ല എന്നുകൂടി SP പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പ്രതി അന്വേഷണ സംഘത്തിന് നൽകിയ വിശദാംശങ്ങൾ കൊണ്ട് തേടി മാത്രമല്ല അന്വേഷണം നടക്കുന്നത്. ഹരികുമാർ പറഞ്ഞിരിക്കുന്നത് ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് ഹരികുമാർ നടത്തിയ വെളിപ്പെടുത്തലിനപ്പുറത്തേക്ക് സംശയം തോന്നിയ ചില കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായി നടന്ന അന്വേഷണമാണ് ഈ മുൻവൈരാഗ്യം എന്ന തരത്തിലേക്ക്, ഈ മുൻവൈരാഗ്യം എന്ന പ്രതി പറഞ്ഞ കാര്യത്തിനപ്പുറത്തേക്ക് കുടുംബത്തിന് അന്ധവിശ്വാസമുണ്ടായിരുന്നു. കുടുംബവുമായി ബന്ധമുണ്ടായിരുന്ന ഒരു ആത്മീയ ആചാര്യന് കൃത്യമായി അയാൾ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹരികുമാറിന്റെ സഹോദരിയും കുട്ടിയുടെ അമ്മയുമായ ശ്രീധുവും തലമുണ്ടനം ചെയ്തിരുന്നു. ഈ കാര്യങ്ങളിലടക്കം ഒരു സ്ഥിരീകരണമുണ്ടായത് അത് ആരാണ് എന്ന് അന്വേഷണ സംഘം ഒരുപക്ഷെ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇയാളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള